ആട് ഒരു കുട്ടിയെ പ്രസവിച്ചാൽ ഈ ആടും കുട്ടി അല്പസമയം അവിടെ കിടന്നിട്ടൊന്ന് വിശ്രമിക്കും, പിന്നെ സ്വന്തമായിട്ട് എഴുന്നേൽക്കും, പിന്നെ കാലൊക്കെ ഒന്ന് കൊടയും, അപ്പൊ ചിലപ്പോ ഒന്ന് മറിഞ്ഞു വെക്കും, രണ്ടാമതും എഴുന്നേൽക്കും, കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഉഷാറാക്കിയിട്ട് ഉമ്മയുടെ അകട്ടിൽ പോയി സ്വന്തമായി മുലപിടിക്കും. മനുഷ്യൻ പ്രസവിക്കപ്പെട്ടാൽ ശ്വാസം വലിക്കണമെങ്കിൽ വേറെ ആളുടെ സഹായം വേണം, അല്ലാതെ നടക്കൂല. അതുകൊണ്ട് മനുഷ്യന് ഒരു കാര്യവും ജന്മന വിവരമില്ല, എല്ലാ കാര്യങ്ങളും മനുഷ്യൻ പഠിച്ചുണ്ടാക്കുന്നതാണ്. എങ്കിൽ കുടുംബജീവിതം നമ്മളാരും പഠിച്ചതുമില്ല, നമ്മളാരും പഠിപ്പിച്ചതുമില്ല. ആദം വല്ലിപ്പാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. അവിടുന്ന് അതൊരു വിവരമായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോന്നിരുന്നതാണ്. പക്ഷേ കാലക്രമേണ ഈ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയി. അതിനൊരുപാട് കാരണങ്ങളുണ്ട് നഷ്ടപ്പെടാൻ. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാടും സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ കുടുംബ കാഴ്ചപ്പാടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്ലാമിൻ്റെ കുടുംബ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞത് ആദം നബിയും ഹവ്വാ ബീവിയിൽ നിന്നും തുടങ്ങുന്നതാണ്. സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഫാമിലി എന്ന കാഴ്ചപ്പാട് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടായിരുന്നു എന്നതിൽ നിന്ന് തുടങ്ങുന്നതാണ്. അങ്ങനെ പിന്നീടത് കാലക്രമേണ മനുഷ്യനായി രൂപം മാറി. ആ മനുഷ്യന്മാർ ഒറ്റക്കൊറ്റക്ക് ജീവിക്കുന്നവരായിരുന്നു എന്നാണ് സോഷ്യോളജി പറയുന്നത്. ഒറ്റക്കൊറ്റക്ക് ഇങ്ങനെ സഞ്ചാരികളായിരുന്നു ആദിമ മനുഷ്യന്മാർ, യാത്രക്കാരാണ്. അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ ചെല്ലും, അവിടെയുള്ള മൃഗങ്ങളെ കൊന്നു തിന്നും, അവിടെയുള്ള കായ്ക്കനികൾ പറിച്ചു തിന്നും അവർ ജീവിക്കും. വിഭവങ്ങൾ കുറയുമ്പോൾ അടുത്ത നാട്ടിലേക്ക് പോകും, പിന്നെ അവർ അടുത്ത നാട്ടിലേക്ക് പോകും. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു. മനുഷ്യന്റെ എണ്ണം ഇങ്ങനെ കൂടി വരികയും വിഭവങ്ങൾ കുറഞ്ഞു വരികയും ചെയ്തപ്പോൾ പരസ്പരം സഹകരിച്ച് ജീവിച്ചു. അങ്ങനെ കുടുംബങ്ങൾ ഉണ്ടായി. ആ സഹകരണം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പിന്നീട് വിവാഹങ്ങൾ വന്നു. അങ്ങനെയാണ് ലോകത്ത് വിവാഹം വന്നത് എന്നാണ് സോഷ്യോളജിയുടെ കാഴ്ചപ്പാട്. ആദം നബി നമ്മള് മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടാകുന്നതിന് നമുക്ക് എതിരൊന്നുമില്ല. നമ്മളെ ഓരോ വിഷയത്തിലും നമ്മളെ അഭിപ്രായം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയാലേ പ്രശ്നമാവും. മനുഷ്യനും കുരങ്ങിനും ഒരു പൂർവപിതാവായ ചിമ്പാൻസി ഉണ്ടാകുന്നതിന് ഞമ്മക്ക് യാതൊരു വിരോധവും ഇല്ല. അത് ഞമ്മളെ വാപ്പല്ല എന്ന് മാത്രം. ഞമ്മളെ വാപ്പ ആദം നബിയാണ് അലൈഹിസ്സലാം. ഇത്രയുള്ള പ്രശ്നം. മനുഷ്യന്റെ അതേ രൂപത്തിൽ, കുരങ്ങിന്റെ അതേ രൂപത്തിൽ, ആൾക്കുരങ്ങിന്റെ അതേ രൂപത്തിൽ പഴയ കാലത്ത് വേറൊരു സാധനം ഉണ്ടായി. ഞമ്മക്കെന്താ? ഉണ്ടായില്ല. ഞമ്മക്കെന്താ? ഞമ്മളെ വാപ്പ അതല്ല. ഞമ്മളെ വാപ്പ ആദം നബിയാണ് അലൈഹിസ്സലാം. മാനവറുകൾ സ്വർഗത്തിലാണ് ജീവിച്ചത്, അവിടുന്നാണ് കല്യാണം കഴിച്ചത്. ഭൂമിയിൽ വന്ന് ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചതനുസരിച്ച് ജീവിച്ചു. അങ്ങനെ അവർക്ക് 2 വീതം മക്കളുണ്ടായി. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായി. രണ്ടാമത്തേൽ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായി. ആദ്യത്തേൽ ആൺകുട്ടി രണ്ടാമത്തേലെ പെൺകുട്ടിയെയും, രണ്ടാമത്തേലെ ആൺകുട്ടി ആദ്യത്തേലെ പെൺകുട്ടിയെയും കല്യാണം കഴിച്ചു. അവർക്ക് വീണ്ടും മക്കളുണ്ടായി. അങ്ങനെ ഉണ്ടായി അങ്ങനെ വന്ന് ലോകത്ത് മനുഷ്യന്മാരുണ്ടായി എന്നാണ് നമ്മൾ പറയണത്. അതുകൊണ്ട് ആ ചിമ്പാൻസി നമ്മളെ വാപ്പല്ല. ഉണ്ടായാലും കുഴപ്പമില്ല, ഉണ്ടായില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ വിഷയത്തിൽ നമ്മുടെ കാഴ്ചപ്പാട്. ഈ സാമൂഹ്യശാസ്ത്രം പഠിച്ചാൽ സ്വാഭാവികമായിട്ടും വിവാഹത്തോട് എതിർപ്പുണ്ടാവുമല്ലോ. പുതിയ തലമുറക്ക് മാഷ് പറഞ്ഞമാതിരി വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ആൺകുട്ടികൾക്ക് പിന്നെ ഒരു പരിധി വരെ കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾക്ക് വിവാഹത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നതിന് കുറെ കാരണമുണ്ട്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണ്, കൈച്ചേന് വിറ്റിട്ട് ഉംറക്ക് പോകാൻ തയ്യാറാണല്ലോ. കല്യാണം ആവിപ്പോ വേണ്ടെന്നാ പറയാ. എന്താ കാര്യം? ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി, നിക്കാഹ് ഇബാദത്താണെന്ന് മനസ്സിലായില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുമ്പോൾ അധികവും കുവൈത്ത് എയർലൈൻസിനൊക്കെ ടിക്കറ്റ് എടുത്താൽ നല്ല പൈസ കുറവ് കിട്ടും. അപ്പൊ കുവൈത്ത് എയറിന് എടുത്തു കഴിഞ്ഞാൽ കുവൈത്ത് എയർപോർട്ടിൽ 5 മണിക്കൂർ നിൽക്കണം. ഇവിടുന്ന് കുവൈത്ത് പോയി കുവൈത്തിൽ 5 മണിക്കൂർ നിന്നിട്ട് അവിടുന്ന് കണക്ഷനാണ് ഉണ്ടാവുക. ഇവിടുന്ന് കുവൈത്ത് എയർപോർട്ടിലേക്ക് എന്നാൽ കുവൈത്തിലെ കണക്ഷൻ ഫ്ലൈറ്റിലെ ആളുകൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു 15x15 വലുപ്പമുള്ള ഒരു റൂമിൽ ഏകദേശം ഒരു ഫ്ലൈറ്റിലെ പകുതി ആൾക്കാരും 2 ബാത്റൂമും ഉണ്ടാവും. 5 മണിക്കൂർ അങ്ങനെ നിൽക്കണം. അത് സാരമില്ല, കാരണം ഉംറ ഇബാദത്താണ്.
ഉംറ ഇബാദത്താണെന്ന് മനസ്സിലായി എന്നുള്ളതാണ്. നിക്കാഹില്, വൈവാഹിക ബന്ധത്തില്, കുടുംബജീവിതത്തില് അങ്ങനൊന്നും സഹിക്കാൻ തയ്യാറില്ല. എന്തേ കാരണം? കുടുംബജീവിതം ഇസ്ലാമിലെ ഇബാദത്താന്ന് മനസ്സിലായില്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ പ്രശ്നം. ആദം വല്ലിപ്പ തുടങ്ങിയതാന്ന് മനസ്സിലായില്ല. 1,24,000 അമ്പിയാക്കൾ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ പെണ്ണെട്ടാത്ത 2 നബിമാര് മാത്രമേ ഉള്ളൂ. ഒന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, പിന്നീട് സയ്യിദുനാ യഹ്യ അലൈഹിസ്സലാം. അതിൽ യഹ്യ നബിയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. യഹ്യ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ചിട്ടില്ലെന്ന് ഒരു ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തഫ്സീർ തന്നെ പറഞ്ഞിട്ടുള്ള ആളുകൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നല്ല, അതിന്റെ അർത്ഥം വ്യഭിചരിച്ചിട്ടില്ല എന്നാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ യഹ്യ നബി കല്യാണം കഴിച്ചോ ഇല്ല എന്നുള്ളൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ കല്യാണം കഴിക്കാതിരുന്നിട്ടുള്ളത് ഒരു നബി മാത്രമേ ഉള്ളൂ, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. 1,24,000 അമ്പിയാക്കൾ വന്നതിൽ 1,23,999 നബിമാരും പെണ്ണെട്ടിയിട്ടുണ്ട്. അമ്പിയാക്കൾ ചെയ്ത ഒരു ഇബാദത്താണത് എന്ന് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഉമ്മ, ആ പെൺകുട്ടിയുടെ വാപ്പ, പുതിയാപ്പിളാകാൻ പോണ ആള്, ഓന്റെ വാപ്പ മനസ്സിലാക്കിയാൽ വിവാഹം ഇബാദത്തായിട്ട് നടക്കും. ഇത് മനസ്സിലായില്ലെങ്കിൽ വിവാഹം ആഘോഷമായിരിക്കും. അപ്പോൾ വെടിപൊട്ടും. വെടിപൊട്ടാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആർഭാടങ്ങൾ, മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ. എന്താ ഇസ്ലാമിലെ വിവാഹം ഇബാദത്താണ്, അത് മനസ്സിലായില്ല, അതാ പ്രശ്നം. ഇബാദത്താകുമ്പോൾ അതിനനുസരിച്ചുണ്ടാവില്ലേ. നമ്മളിപ്പോൾ വെള്ളിയാഴ്ച ജുമയൊക്കെ വരുന്നുണ്ടല്ലോ, സംഗതി നേരം വൈകിട്ടാണെങ്കിലും വേണ്ടാത്തൊന്നും ചെയ്യണില്ലല്ലോ. എന്താ കാര്യം? ജുമ ഇബാദത്താന്ന് മനസ്സിലായി, കല്യാണം ഇബാദത്താണെന്ന് മനസ്സിലായില്ല. വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ഹൈറായ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത് ആഖിറത്തിലാണ്. സത്യത്തിൽ ദുന്യാവിലെ കല്യാണം ദുന്യാവുക്കുള്ളതല്ല, സ്വർഗത്തിലേക്കുള്ളതാണെന്ന് സൂറത്ത് യാസീനിലുണ്ട്. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖിഊൻ ലഹും ഫിയാ ഫാഖിയത്തുൻ വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഹും അവരും വഅസ്വാജുഹും അവരുടെ ഇണകളും. ഏത് ഇണ? എല്ലാ തഫ്സീറും പറഞ്ഞു ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. സ്വർഗത്തിൽ ദുന്യാവത്ത് അതേ ഭാര്യയും ഭർത്താവുമാണ്. അതാണ് അസ്വാജ് എന്ന് പറഞ്ഞത്. ഫീ ദിലാലിൻ, മരത്തിന്റെ താഴ്ഭാഗത്ത്, അലൽ ലറായികി അരീക്കത്ത് എന്ന കട്ടിലിൽ മേൽ, മുത്തഖിഊന ചാരിയിരിക്കും. സ്വർഗത്തിൽ അവർ കട്ടിലിൽ ചാരിയിരിക്കും. ഇണകൾ. ഏത് ഇണ? ദുനിയാവിൽ അതേ ഭാര്യയും ഭർത്താവും. മക്കളുണ്ടാവില്ല. മക്കള് പെൺകുട്ടികൾ പോലെ പുതിയാപ്പളിനൊപ്പം അപ്പുറത്തെ കൊട്ടാരത്തില്, ആൺകുട്ടികൾ പോലെ പെണ്ണുങ്ങളൊപ്പം ഇപ്പുറത്തെ കൊട്ടാരത്തില് എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റും. നമ്മളെ പെരയിലല്ല, നമ്മളെ പെരയിൽ നമ്മൾ മാത്രമാണുള്ളത്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സ്വർഗത്തില്. ഏറ്റവും ദറജ കുറഞ്ഞ ആൾക്ക് 1,00,000 ഖാദിമ്യങ്ങൾ സഹായത്തിനായിട്ടുണ്ടാവുമെന്നാണ്. അപ്പൊ നമ്മളെ കൊട്ടാരത്തിൽ നമ്മളെ പെണ്ണുങ്ങളൊപ്പം ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അങ്ങനെയാണ് ജീവിക്കുന്നത്.